നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഫാമിലി വെഡിംഗ് സെന്റർ. എന്റെ ഫാമിലിയാണ് എനിക്കെല്ലാം എന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് ഫാമിലി വെഡിംഗ് സെന്റർ തിരൂർ ഷോറൂമിൽ മെയ് ദിനത്തിൽ തുടക്കമായത്. പരപ്പനങ്ങാടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ KT ഷനൂജ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തു. കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലൂടെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഊർജം പകരാനാവുമെന്ന് ഇൻസ്പെക്ടർ ഷനൂജ് പറഞ്ഞു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനുമായി ഫാമിലി വെഡിംഗ് സെന്റർ എന്റെ ഫാമിലിയാണ് എനിക്കെല്ലാം എന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് ഫാമിലി വെഡിംഗ് സെന്റർ തിരൂർ ഷോറൂമിൽ മെയ് ദിനത്തിൽ തുടക്കമായത്. പരപ്പനങ്ങാടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ KT ഷനൂജ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തു. കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലൂടെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഊർജം പകരാനാവുമെന്ന് ഇൻസ്പെക്ടർ ഷനൂജ് പറഞ്ഞു. ഏതൊരു അക്രമത്തിലാണെങ്കിലും ഏതൊരു പ്രശ്നത്തിൻ്റെയും ഒരു ഏറ്റവും കൂടുതൽ കാരണം ലഹരിയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, നമ്മൾ പത്രങ്ങളെടുത്ത് നോക്കുമ്പോൾ മറ്റു ന്യൂസുകളേക്കാൾ ഏറെ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഓരോ അക്രമങ്ങളാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഓരോ ഇൻസിഡൻറ്റ് നമ്മൾ കാണുന്നുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും വേദനാജനകമായുള്ളൊരു കാര്യം, ഇപ്പോൾ ഞങ്ങൾ കണ്ടുപിടിക്കുന്ന കേസുകളിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ആവുന്നത് ഏറ്റവും യുവാക്കളാണ്, അല്ലെങ്കിൽ യുവതികളാണ്. പെണ്ണുങ്ങളിൽ നിന്ന് ഒരിക്കലും, അല്ലെങ്കിൽ സ്ത്രീകളിൽ നിന്ന് ഒരിക്കലും 50-50 അനുപാതത്തിലാണ് പോകുന്നത്. 15 മുതൽ 25 വരെ പ്രായക്കാരായുള്ള കൗമാരക്കാരിൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നവരും ലഹരിയുടെ ക്രയവിക്രയം നടത്തുന്നവരും അവരാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വേദനാജനകമായ കാര്യം. ഇതിൽ തന്നെ വളരെ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടും, സാംസ്കാരികം എന്നുള്ള വാക്കിനൊക്കെ ഇന്നിപ്പോൾ വളർത്ത തലങ്ങളിൽ വേറെ ഇത് മാറിക്കഴിഞ്ഞു. അതായത് ഞാൻ MDMA പോലുള്ള അല്ലെങ്കിൽ കഞ്ചാവ് പോലുള്ളത് ഉപയോഗിച്ചാൽ മാത്രമേ ഞാൻ സമൂഹത്തിൽ നല്ല ആളാവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വലിയവനാവുള്ളൂ എന്നുള്ള തോന്നൽ ഉണ്ടാവുന്നൊരു കാലഘട്ടമാണിത്. അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ, അതിനെക്കുറിച്ച് എന്താണ് പാർശ്വഫലങ്ങൾ എന്നുള്ളൊരു ഭീതി പോലും ഇല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ ചെറിയ തലമുറ. ഞങ്ങളെടുത്തുന്ന കേസുകൾ തൊഴിലിടങ്ങൾ ലഹരി വിമുക്തമാക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസിനും ഇൻസ്പെക്ടർ ഷനൂജ് നേതൃത്വം നൽകി. ഫാമിലി വെഡിംഗ് സെന്ററിന്റെ എല്ലാ ഷോറൂമുകളിലും ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്നതാണ് ക്യാമ്പയിൻ. മാതൃദിനം, ഫാമിലി ഡേ ആഘോഷങ്ങൾ, സ്റ്റാഫിനായുള്ള ഫാമിലി പ്രീമിയർ ലീഗ് എന്നിവയെല്ലാം ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഫാമിലി വെഡിംഗ് സെന്റർ തിരൂർ ഷോറൂം ജനറൽ മാനേജർ MKB മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഓപ്പറേഷൻ മാനേജർമാരായ ജിയാദ്, റഹീസ്, ജാഫർ, ഹാരിസ്, സക്കീർ, HR മാനേജർ പ്രിയ, ചീഫ് ഡിസൈനർ നൌഷാദ് ഹംസ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ ലഹരി നമ്മുടെ ഫാമിലിയാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് ലഹരി വേണ്ടതില്ല എന്നുകൊണ്ട് തന്നെയാണ് ഫാമിലി ഇങ്ങനെ ഒരു ക്യാമ്പയിൻ തിരഞ്ഞെടുത്തത്. ഈ ക്യാമ്പയിൻ നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ തന്നെയാണ്. കാരണം നമുക്കെല്ലാം ഓരോ ദിവസങ്ങളിലെയും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ നമ്മൾ അതിലേക്കാണ് വിവരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓരോ കുടുംബവും വളരെ സന്തോഷത്തോടുകൂടി വളരെ ആനന്ദകരമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമുക്ക് ഏകദേശം ഈ ഫാമിലി വെഡിംഗ് സെന്ററിനുള്ളിൽ 300-ൽ പരം ആളുകളുണ്ട്. 300 പരം ഫാമിലീസ് ജീവിക്കുന്ന ഉപജീവന മാർഗത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഫാമിലി വെഡിംഗ് സെന്റർ തുറവ് ബ്രാഞ്ച് എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഏകദേശം നമുക്കറിയാം 2000-ൽ പരം കുടുംബങ്ങൾ നമ്മുടെ ഫാമിലി ഓൾ ബ്രാഞ്ചസിലുണ്ട്. അപ്പോൾ അത്രയും കുടുംബങ്ങളിലേക്ക് നമുക്ക് TVN ന്യൂസ് തിരൂർ.
ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.